ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് വെയിറ്റ് ലോസിനൊക്കെ നന്നായി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാലഡ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്താ പറയുക, വെജിറ്റബിൾ ആൻഡ് എഗ് ബുർജി എന്നും പറയാം. അപ്പം ഇതൊക്കെയാണ് വേണ്ട സാധനങ്ങൾ. നമ്മൾ ആദ്യം ഒരു പാൻ എടുക്കണം. പാൻ എടുത്തതിന് ശേഷം ഒലിവ് ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറും യൂസ് ചെയ്യാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ബ്രൊക്കോളി കട്ട് ചെയ്ത് വെച്ചതുണ്ട്. അത് ഇപ്പം ഞാൻ 2 പേർക്ക് വേണ്ടുന്നതാണ് ഞാനിവിടെ ആക്കാൻ പോകുന്നത്. അപ്പം ഒരു കയ്യിലൊതുങ്ങുന്ന ബ്രൊക്കോളി എടുത്തിട്ട് നന്നായി ഫ്രൈ ചെയ്യണം. നന്നായിട്ട് ഷാലോ ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അതിൽ തന്നെ നമുക്കെല്ലാം മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. പെട്ടെന്ന് ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അപ്പം ഗാർലിക്കും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലൊരു സ്മെല്ല് വരാനുണ്ട്. അതിൽ തന്നെ നമുക്ക് വയറ് ഫില്ലായതുപോലെ തോന്നും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ക്യാരറ്റ് ക്യൂബ്സായിട്ട് അരിഞ്ഞത് എടുത്തിട്ട് മിക്സ് ചെയ്യാം. ഈ സമയം ഉപ്പൊന്നും ചേർക്കണ്ട. ഇത് നമുക്ക് നന്നായിട്ട് ആ ഒലിവ് ഓയിൽ അങ്ങ് മിക്സ് ആക്കാം. അതിനുശേഷം ഒനിയനും ഗ്രീൻ ചില്ലിയും കൂടി ഇട്ടിട്ട് നമുക്കത് മിക്സ് ചെയ്യാം. ഒരു പണിയുമില്ല, പെട്ടെന്ന് ആക്കാൻ പറ്റുന്നതാണ്. അത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ടൊമാറ്റോ ഓപ്ഷനിലാണ്. നമുക്ക് പുളിരസം ഇഷ്ടമുള്ളതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ മാറ്റാം. നമുക്കത് നന്നായിട്ട് അതും മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് ഒതുക്കിയിട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പം ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇനിയാണ് ഉപ്പ് ആഡ് ചെയ്യേണ്ടത്. നമുക്ക് എത്രയാണ് ആവശ്യമുള്ളത് അത്രയും ഉപ്പ് ആഡ് ചെയ്യാം. അതിന് ശേഷം കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് നമുക്കതൊന്ന് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വെക്കാം. നമ്മൾ ഓംലെറ്റൊക്കെ ഒന്ന് ആക്കുന്ന പോലെ അങ്ങനെ ഒന്ന് വെക്കാം. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം മല്ലിച്ചപ്പൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് ഗാർണിഷിന് വേണ്ടിയിട്ട് മല്ലിച്ചപ്പൊക്കെ ഒന്ന് ആഡ് ചെയ്യാം. നമ്മളെ സ്വാദിഷ്ടമായ എഗ് ബുർജിയാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത്. നമുക്ക് വെജിറ്റബിൾ ആൻഡ് എഗ് ബുർജി എന്ന് പറയാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ.